എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് SSLC സ്റ്റുഡൻസിനോട് കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. എൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞു. കുറച്ച് പേർക്കൊക്കെ പാടായിരുന്നിട്ടുണ്ടാവാം, കുറച്ച് പേർക്ക് എളുപ്പമായിരുന്നിട്ടുണ്ടാവാം. ഇനി കുറച്ച് പേര് അവർ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓണം കഴിഞ്ഞതിന് ശേഷമുള്ള 2-3 മാസം കുറച്ച് ഉഴപ്പായിരുന്നു. കാര്യം നമ്മൾ ഈ ലാസ്റ്റ് ആണല്ലോ ആ ഒരു വർഷം ആ സ്കൂളിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് ഇനി നെക്സ്റ്റ് ഇയർ വരാൻ പോകുന്നത്. നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉണ്ടായിരുന്ന പ്രസൻറ്റ് മൊമെൻറ്റ്സ് നല്ല വൃത്തിക്ക് എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചു. അത് എൻജോയ് ചെയ്തു. അപ്പോൾ പഠിത്തത്തിൽ നിന്ന് കുറച്ച് ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിന് എനിക്ക് 5A+ എന്തോ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ള ഒരു ജനുവരി തൊട്ടുള്ള ടൈമാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ, ഒരിക്കലും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ട് ഫൈനൽ എക്സാമിന് കിട്ടാൻ പോകുന്ന മാർക്കിനെ കമ്പയർ ചെയ്യാൻ നോക്കരുത്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ മാർക്കോ അവരുടെ സ്റ്റഡി മെത്തേഡ്സോ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇടയ്ക്കെങ്കിലും നിങ്ങൾ സ്വയം ഇവാലുവേറ്റ് ചെയ്യുക. ഈ നെഗറ്റീവൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ ഒന്നും പഠിക്കുന്നില്ലെന്ന് തോന്നിയാൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു കുറച്ച് കാര്യങ്ങളായിരിക്കും പഠിക്കാതിരിക്കുന്നത്. പക്ഷെ പഠിക്കാതിരിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും അയ്യോ ഡെസ്ക് പഠിക്കുക, പിന്നെ അതുപോലെ തന്നെ വിഷമിച്ചിരിക്കുക. അങ്ങനെ ഒരു ഇത് നെഗറ്റീവ് അങ്ങനെ ഇത്രയൊക്കെ നമ്മൾ വിചാരിച്ചാലും ഒരു പോയിന്റ് വരെയൊക്കെ ആവും. പക്ഷെ എന്നാലും അതൊരു ലിമിറ്റ് കഴിഞ്ഞ് പോയാൽ അത് ടൈം ലോസ് ആവുന്നല്ലേ ഉള്ളൂ. അതൊരിക്കലും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പാസ്റ്റിനെ ഓർത്ത് മാക്സിമം നിങ്ങൾ എന്താ പറയുക വിഷമിക്കാതെയൊക്കെ ഇരിക്കുന്നതാണ് നല്ലത്. ഇനി അങ്ങോട്ടുള്ള ടൈം എങ്ങനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുക, അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് എന്ന് പറയുന്നത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഹെൽത്താണ്. ഈ ഒരു ടൈമിൽ ഹെൽത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാര്യം നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന എന്തൊരു ചെറിയ കാര്യം പോലും നിങ്ങളുടെ സ്റ്റഡി അത് വല്ലാത്ത രീതിയിൽ തന്നെയായിരിക്കും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇത് പറയുന്ന ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല, മെൻ്റൽ ഹെൽത്തും കൂടെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരുപാട് പേര് എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കര ആൻഷ്യസ് ആവുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ സ്റ്റഡി അഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫിസിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഫീൽ ആയാൽ അപ്പോൾ തന്നെ ഡോക്ടറിനെ കാണാം, വെച്ചുകൊണ്ടിരിക്കരുത്. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഫീൽ ആയാൽ അപ്പോൾ തന്നെ മെഡിസിൻ എടുക്കുക, അത് എത്രയും പെട്ടെന്ന് ക്യൂർ ആക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് എടുക്കാം. ഈ എക്സാം ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ പ്രഷറും എല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഓൺലൈനായിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ എടുത്താൽ തന്നെ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് തന്നെ നിങ്ങളുടെ മൈൻഡ് കൂളാവും. നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റഡിയെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തായിട്ട് പറയാനുള്ളത്, മേക്ക് യുവർ ഓൺ സ്റ്റഡി പ്ലാൻ. നിങ്ങൾ ഇനിയെങ്കിലും ഓർഗനൈസ്ഡ് ആയിട്ടൊരു സ്റ്റഡി സ്റ്റാർട്ട് ആക്കണം. ഇതുവരെ എങ്ങനെയായിരുന്നു അതൊന്നും ഇനി നോക്കണ്ട. ഇനി അങ്ങോട്ടെങ്കിലും ഉഴപ്പാതെ കറക്റ്റ് ഇന്ന് ഞാൻ ഇത്ര ചാപ്റ്റർ പഠിക്കും, അങ്ങനെ ഓരോ ഡേ വെച്ചിട്ട് കവർ ചെയ്ത് പോകണം. നിങ്ങൾക്ക് ജനുവരി തൊട്ട് തുടങ്ങിയാൽ പോലും 1.5 മാസമുണ്ട്. അപ്പോൾ ആ പോർഷനുള്ളിൽ നിങ്ങൾ ഇതെല്ലാം കവർ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. ആൻഡ് അത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് തരുകയും ചെയ്യും. മോഡൽ എക്സാം നിങ്ങൾ അത്യാവശ്യം നല്ലവണ്ണം തന്നെ എഴുതാൻ പറ്റുക, നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനോടുള്ള അത്രയും പേടി തന്നെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം മോഡൽ എക്സാം ടൈമിന് മുമ്പ് തന്നെ പോർഷൻസ് കവർ ആക്കുക. അതിന് വേണ്ടി ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അയ്യോ ഇനി പഠിച്ചാൽ കിട്ടുമോ അങ്ങനെ ഒരു തോട്ടല്ല. ഇനി നമ്മൾ എന്തായാലും ജനുവരി 1 തൊട്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി സ്റ്റാർട്ടാക്കും എന്നൊരു എന്താ പറയുക എന്നൊരു തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക. പിന്നെ നിങ്ങൾ PYQs പ്രാക്ടീസ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾ PYQ മാത്രം നോക്കുക, അത് മാത്രം നോക്കിയാൽ മതി എന്നല്ല. കൺസെപ്റ്റ് ഫസ്റ്റ് ക്ലിയർ ആക്കണം, ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണം. പിന്നെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് PYQs ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതുവരെ ഒരു പോർഷൻ എക്സാമിന് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനിയും അത് ചോദിക്കില്ല എന്നൊരിക്കലും വിചാരിക്കരുത്. ലാസ്റ്റ് ടൈം ഫിസിക്സിലൊരു ഇക്വേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് അധികം ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞതാണ്. പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ആക്കിയോ എന്ന് എനിക്ക് ഉറപ്പില്ല. ലാസ്റ്റ് ഇയർ ഞാൻ ഫിസിക്സിന് സ്പെഷ്യൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫിസിക്സ് അത്യാവശ്യം നല്ല ടഫ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ സ്പെഷ്യലിന് പോയതിനു ശേഷമാണ് എനിക്ക് ഫിസിക്സ് ഓക്കെ ആയി തുടങ്ങിയത്. അപ്പോൾ അതിന് പോയ ടൈമിൽ അതിലെ സാറിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ ഈ ഇക്വേഷൻ വെച്ച് ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല, നോക്കി വെച്ചേക്ക്, ചിലപ്പോൾ ഈ വർഷം വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ വരികയും ചെയ്തു. പിന്നെ ഞാൻ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ന്യൂസ് പേപ്പറിൽ ഇതിനെക്കുറിച്ചൊരു ഫിസിക്സ് എക്സാമിനെ കുറിച്ചൊരു കട്ടിങ്ങിൽ ഇത് മെൻഷനും ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ ചോദിക്കാത്ത പോർഷനിൽ നിന്നും ഫിസിക്സ് എക്സാമിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വന്നു എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ എക്സാം എഴുതേണ്ടത്, എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റ് ബേസ് പഠിക്കേണ്ടതെന്ന് ലാസ്റ്റ് ഒരു വീഡിയോയിൽ മെൻഷൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്ന് പറയട്ടെ, ഈ ഫുൾ A+ ഒന്നും വലിയ കാര്യമില്ല, ഫുൾ A+ എന്തിനാ വാങ്ങുന്നത്, നീ ഇത്ര എഫേർട്ട് ഒന്നുണ്ട്. ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, അഫ്കോഴ്സ് ഇത് +1 അഡ്മിഷന് വേണ്ടിയിട്ട് മാത്രമാണ്, നമുക്ക് മെയിൻലി ഇത് യൂസ് ആവാമെന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷേ ഉള്ളൊരു കാര്യം, ആ ഒരു റിസൾട്ട് കിട്ടുന്ന ഡേ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, നമ്മളെ കാരണം നമ്മുടെ പാരൻസ് സന്തോഷിക്കുന്നത്, നമ്മുടെ ടീച്ചേഴ്സിനെ നമ്മൾ സ്വീറ്റ്സൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു പ്രൗഡ്. കാര്യം ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് ഫുൾ A+ കിട്ടിയല്ലോ. പിന്നെ അതുമാത്രമല്ല, നമുക്ക് പിന്നെ ഒരു 2 മാസത്തെ അനുമോദന ചടങ്ങുകൾ, കാര്യങ്ങൾ, ഈ സമയത്തൊക്കെ നമ്മുടെ പാരൻസിൻ്റെ ഫേസിലൊരു വല്ലാത്ത ഹാപ്പിനെസ് ഉണ്ടാവും. ആൻഡ് ആ ഒരു ഹാപ്പിനെസ് മാത്രം മതി നമ്മുടെ ഇത്രയും നാളത്തെ എഫേർട്ടിന് വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയാൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു മൊമെൻറ്റ് നിങ്ങൾ ഇപ്പോഴേ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്ന ഒന്നും ഇതാക്കണ്ട. അവരുടെ ബേസ് ചെയ്തിട്ടല്ലല്ലോ നമ്മൾ നമ്മുടെ റിസൾട്ടിൻ്റെ വാല്യൂ കണക്കാക്കാൻ പോകുന്നത്. പലരും 10th കയറുമ്പോൾ തന്നെയുള്ള ഡ്രീമായിരിക്കും ഫുൾ A+ എന്നൊക്കെ. അങ്ങനെ ഒരു ഡ്രീമിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ബാക്കിയുള്ളവരെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഫുൾ A+ൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. നമ്മൾ ഓരോരുത്തരുമാണല്ലോ തീരുമാനിക്കാൻ. ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡ്രീം ഇല്ലെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ നിങ്ങളുടേതായ ഡ്രീമിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇട്ടാലും മതിയാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ എവരി വൺ. താങ്ക് യു.